2016 ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നാടൻ പാട്ട് കേൾക്കുന്നതും അതിലേക്ക് ഇറങ്ങുന്നതുമായ സമയത്താണ്. കലോത്സവങ്ങളിലൊക്കെ വരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ നാടൻ പാട്ട് പഠിപ്പിക്കുന്ന ഒരാളാണ്. ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കലോത്സവത്തിൻ്റെ ഒരു 2 ദിവസം മുമ്പായിട്ട് അതിലൊരു കുട്ടിക്ക് ഒരു ഫിസിക്കലായിട്ടൊരു പ്രശ്നം വരുന്നു. വേറൊരാളെ പ്ലേസ് ചെയ്യണം അവിടെ, പെട്ടെന്നൊരാളെ കിട്ടില്ല. അങ്ങനെ തൽക്കാലത്തിന് എന്നെ അവിടെ കൊണ്ട് നിർത്തി ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കയ്യിൽ തരുകയും ചെയ്തു. അവിടുന്ന് തുടങ്ങിയതാണ് നാടൻ പാട്ടിക്കുള്ള വരവ്. അത് കഴിഞ്ഞ് 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ് 10ാം ക്ലാസ് കലോത്സവങ്ങളിലൊക്കെ കയറി വന്നു. അത് കഴിഞ്ഞ് +2 TTC. ഞാനിപ്പോൾ ടീച്ചറാണ്, ഒപ്പം എൻ്റെ പ്രൊഫഷൻ ടീച്ചറാണ്. പാഷൻ പാട്ടും പറച്ചിലും ഒക്കെയാണ്. ഇവിടെ വന്ന സ്പീക്കർമാരെക്കാളും താരതമ്യേന പ്രായം കുറഞ്ഞ ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും എൻ്റെ എക്സ്പീരിയൻസും 8 വർഷമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു വാമൊഴിയായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഞങ്ങൾക്കതിന് കൂടുതൽ കേൾക്കാം, ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആവും. ഞാനിവിടെ പറഞ്ഞു പോകുന്ന വിഷയം എല്ലാവരും കേട്ടിട്ടുണ്ടാവും നാടൻ പാട്ട് എന്നുള്ള വിഷയത്തിനെ കുറിച്ച്. നമ്മൾ കുറേ കേട്ടിട്ടും നമ്മൾ പാടിയിട്ടുണ്ടാവും. പക്ഷേ നമുക്കെല്ലാം നാടൻ പാട്ടാണ്. നമ്മൾ കരിങ്കാളിയല്ലേ എന്ന് പറയുന്ന പാട്ട് മുതൽ നമ്മൾ കലോത്സവങ്ങൾ കേൾക്കുന്ന പാട്ടുകളൊക്കെ നമുക്ക് നാടൻ പാട്ടാണ്. അതിനെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് നാടൻ പാട്ട് എന്ന് മാത്രമാണ്. അതിന് പുറമെ അതെന്ത് നാടൻ പാട്ടാണ്, എങ്ങനെയുള്ള നാടൻ പാട്ടാണെന്ന് നമുക്കറിയില്ല. നമുക്ക് നാടൻ പാട്ട്, സിനിമാ പാട്ട്, അങ്ങനെയാണ് നമ്മുടെ കാറ്റഗറികൾ. അപ്പോൾ നാടൻ പാട്ടുകൾ എങ്ങനെയാണ്, അതിന് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കേൾക്കുന്നതും കാണുന്നുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മളങ്ങനെ പറഞ്ഞു പോവുകയാണ്. നമുക്ക് നാടൻ പാട്ടിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള പാട്ടുകളാണുള്ളത്. ഒന്ന് വാമൊഴി. വാമൊഴി എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട്. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയുകയാണ്. നിങ്ങളങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ എവിടെയും എഴുതുന്നോ ഒന്നുമില്ല. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനം അങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവുകയാണ്. അതിനാണ് വാമൊഴി എന്ന് പറയുക. കൃത്യമായിട്ടുള്ളൊരു സ്വരം, ചേർച്ച, പല്ലവി, അനുപല്ലവി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ലാതെ നമ്മളൊക്കെ പറയും വായ്ക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടുന്നു. അതായത് നമുക്ക് എന്താണോ വായിൽ തോന്നുന്നത് പാടും. അതിനാണ് വാമൊഴി എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടുകൾ വരമൊഴി. അതായത് നമ്മൾ കൂടുതലൊന്ന് കേൾക്കുന്നത് അതാ കലാപം മണിയുടെ പാട്ടുകൾ, കരിങ്കാളി, താരകപ്പെണ്ണാളെ, അങ്ങനത്തെ പാട്ടുകളൊക്കെ വരമൊഴി പാട്ടാണ്. ആരെങ്കിലും ഒരാൾ എഴുതിയ പാട്ടായിരിക്കും അത്. അതിന് ഒരു സൃഷ്ടാവുണ്ടാവും. മറ്റു പാട്ടുകൾക്കൊന്നും സൃഷ്ടാവുണ്ടാവില്ല. നമ്മൾ പ്രധാനമായിട്ടും നാടൻ പാട്ടുകൾ ഏത് രീതിയിലാണ് നമ്മൾ വർഗീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്ക് സ്ഥലത്തിനനുസരിച്ച് നമ്മൾ പാട്ടുകൾ ക്രമീകരിക്കാറുണ്ട്. പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഒന്ന് തെക്കനും ഒന്ന് വടക്കനും. പണ്ട് മുതലേ അങ്ങനെയാണ്, തെക്കൻ വടക്കൻ. ഇപ്പോൾ നമ്മൾ വടക്കനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ പുത്തൂര് വീട്ടിൽ ജനിച്ചവരെല്ലാം കേട്ടിട്ടുണ്ടാവും. അതുപോലെ ആറ്റുമണമേലെ ഉണ്ണിയാർച്ച, അങ്ങനത്തെ പാട്ടുകൾ. തെയ്യത്തിൻ്റെ പാട്ടുകളൊക്കെ, തെയ്യത്തിൻ്റെ തോറ്റം. ഇപ്പോൾ നമുക്ക് ഒരുപാട് തെയ്യങ്ങളുണ്ടെങ്കിലും അതിൽ എല്ലാവരും മെജോറിറ്റി കണ്ടൊരു തെയ്യം ഉണ്ടാവും, പൊട്ടൻ തെയ്യം എന്ന് പറയും. ഒരു മാസ്കൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാ തെയ്യങ്ങളും ഏകദേശം ഒരു ഓറഞ്ച് ചുവപ്പ് കളറ് മേക്കപ്പിലാണ് നമ്മൾ കാണുക. അപ്പോൾ എല്ലാ തെയ്യങ്ങളും നമുക്ക് ഒരുപോലെ ആയിട്ട് തോന്നുമെങ്കിലും ഇതിന്നൊരു മാറി നിൽക്കുന്ന തെയ്യമാണ് പൊട്ടൻ തെയ്യം. ഒരു മാസ്കൊക്കെ വെച്ചിട്ട് വരുന്ന തെയ്യമാണ്. പൊട്ടൻ തെയ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പൊട്ടൻ തെയ്യം പറയുന്ന കാര്യങ്ങളൊക്കെ പ്രതിഷേധകമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു അധികാരത്തിൽ എന്തെങ്കിലും പിഴവ് വരുന്ന സമയത്ത് അവരെ എതിർത്ത് പറയുന്നതാണ്. അതിലൊരു വരിയുണ്ട്, ഏങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര, നീങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര. അതായത് എന്നെ കൊത്തിയാലും എന്നെ വെട്ടിയരിഞ്ഞാലും എൻ്റെ ശരീരത്തു നിന്ന് വരുന്നതും ചുവപ്പ് രക്തമാണ്. അധികാരത്തിലിരിക്കുന്ന ആരെ വെട്ടിക്കൊന്നാലും അവിടെ നിന്നും വരുന്നത് ചുവപ്പ് രക്തമാണ്. ചോരേൻ്റെ കളർ ഒന്നാണ്, മനുഷ്യരാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ കാണണം എന്ന് പറയുന്നുണ്ട്. ആ വരി ഇങ്ങനെയാണ്, പുലികാ പൊലികാ ദൈവമേ പൊലികാ ദൈവമേ எங்க
കൊത്തിയാലും ഒന്നല്ലേ ചോര നിങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര ആ ഇതാണ് ആ പാട്ട്. തെയ്യത്തിന് പാടുന്ന പാട്ടുകളാണ് ഈ പാട്ടുകളൊക്കെ. നമ്മൾ വടക്കൻ പാട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. അതിനപ്പുറത്ത് തെക്കൻ പാട്ടുകൾ, അതായത് വടക്കൻ പാട്ടുകൾ മാറ്റിയെടുത്തുമ്പോൾ പിന്നെ തെക്കൻ പാട്ടുകളാണ്. നമ്മൾ ഈ പത്തനംതിട്ട ആ ഭാഗത്തും ഒക്കെ ആയിട്ട് നമ്മൾ പടയണി എന്ന് പറയുന്നൊരു ഒരു ആചാരമുണ്ട്. ഈ തെയ്യത്തിൻ്റെ പോലെ തന്നെയുള്ളതാണ് പടയണി. അതായത് മുളയൻ്റെ വെച്ചിട്ട് പാള, നമ്മൾ ഈ കാണുന്ന കവുങ്ങിൻ്റെ പാള വെച്ചിട്ട് വലിയ ഉയരത്തിൽ, ഏകദേശം ഈ കാണുന്ന ബിൽഡിങ്ങിനേക്കാളും ഒരു 2 ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ എത്ര വലുപ്പം ഉണ്ടാവും അത്രയും വലുപ്പത്തിൽ പാള കെട്ടിയിട്ട് ഒരാളെ തോളിൽ വയ്ക്കും. അത്രയും വെയിറ്റില്ല, അയാൾ മാത്രമേ താങ്ങുള്ളൂ. അങ്ങനെയുള്ള 1000 10,000 പാളകൾ വെച്ചിട്ട് കെട്ടുന്ന പടയണിയുണ്ട്. പടയണിക്ക് പാടുന്ന പാട്ടുകളൊക്കെ നമ്മൾ തെക്കൻ പാട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ കൂടുതലായിട്ടും കമ്മ്യൂണിറ്റി, കാസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വർഗീകരിക്കാറുണ്ട്. അതായത് നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഈ നാടൻ പാട്ടുകൾ കൂടുതലായിട്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹിന്ദു ആചാരപ്രകാരം ഇപ്പോൾ തെയ്യമായാലും അമ്പലമായാലും പിന്നെ മറ്റ് കാവുകളായാലും ഒക്കെ നമ്മളെ ഹിന്ദു കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അവർക്ക് അവരുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ 2-3 കാസ്റ്റ്, അതായത് കമ്മ്യൂണിറ്റികളെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പാണൻ്റെ പാട്ടുകൾ നമ്മൾ ഇപ്പോൾ നമ്മളെ വെള്ളുവനാട് എന്ന് പറയും. അതായത് പാലക്കാട്, എറണാട് പ്രദേശത്തൊക്കെ, പാലക്കാട്, കോഴിക്കോട് ആ ഭാഗത്തൊക്കെ അവിടെ തുയിലുണർത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഞാനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. തുടിയെന്നാണ്, ഫോക്ക് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ മരമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മൃഗങ്ങളുടെ തോലാണ്. ആട്, പശു, കാള, അങ്ങനെ മൃഗങ്ങളുടെ തോലാണ് ഉപയോഗിക്കുക. ഓരോ ഇൻസ്ട്രുമെൻറ്റിനും ഓരോ തോലുകളാണ് ഉപയോഗിക്കുക. അതിൻ്റെ ടോണിനും വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ ഒരു മൃഗത്തിൻ്റെ തോലാണ്. ഇതിപ്പോൾ ഇങ്ങനെ കൊട്ടുമ്പോൾ ഒരു ടോണാവും വരിക, ഇങ്ങനെ കൊട്ടുമ്പോൾ വേറെ ടോണാവും വരിക. അതായത് നമ്മളിവിടെ ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പോൾ നമ്മളെങ്ങനെ ഇത് ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ നാടൻ പാട്ടുകൾക്കും തുടി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യും. ഇപ്പോൾ ഈ പറയുന്ന തുയിലുണർത്തിന് കൂടുതലായിട്ടും തുടി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഉപയോഗിക്കുക. അതിൻ്റെ വരി ഏതാണ്ട് ഇങ്ങനെയാണ്: ഹരഹര ശിവ ശിവ ശിവതൻ്റെ തിരുനാമോ ഞാറ്റുടയ നല്ലച്ഛന് പൊറ്റിയിലേ തുയിലുണര് കൈലായത്തിൽ പള്ളി കൊള്ളും ശങ്കരാ തുയിലുണര് ഏതോരു മലയിലെ ഉദിപ്പല്ലൻ്റെ ഭഗവാനു. ഇങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഏകദേശം എല്ലാ പാട്ടുകളിലും, ഇപ്പം നമ്മൾ കലോത്സവങ്ങൾ കാണുന്ന സമയത്തും എല്ലാ പാട്ടുകളിലും ഈ തുടി എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പാണൻ്റെ പാട്ടുകൾ കൂടുതലായിട്ടും തുയിലുണർത്ത് പാട്ടുകളൊക്കെയാണ്. അടുത്തത് പറയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മളെ നാട്ടിലൊക്കെ, ഞാനിപ്പം മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. മലപ്പുറം ജില്ലയിലൊക്കെ കാള പൂരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ അമ്പലങ്ങളിൽ പൂരം നടക്കുന്ന സമയത്ത് 1-ാം പൂരം കഴിഞ്ഞാൽ ഈ കാള എന്ന് പറയുന്ന പറയ സമുദായത്തിലെ ആളുകൾ ഒരു കാളേനെ കെട്ടിയുണ്ടാക്കും. അത് കെട്ടിയിട്ട് ആദ്യം അമ്പലത്തിൽ പോയി കുമ്പിടുന്ന് പറയും, അവിടെ പോയി കളിച്ച്, പിന്നെ എല്ലാ വീടുകളിലും പോയിട്ട് കളിച്ച് അവസാന പൂര ദിവസം ഒരു 5-8 കാളകളുണ്ടാവും. എല്ലാ കാളകളും വരും. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു ആചാരം എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ കോയിലകം ഉണ്ട്, മഞ്ചേരി കോയിലകം എന്ന് പറയും. ആ തമ്പുരാൻ ഇരിക്കുന്നു. പിന്നെ ഓരോ പാടങ്ങളുണ്ട്. ഒരു പാടം പറയന്, ഒരു പാടം പുലയന്, അങ്ങനെ ഓരോ പാടം ഓരോരുത്തർക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ പൂതം കളിക്കും, അവിടെ കാള കളിക്കും, അപ്പുറത്ത് ചാലിയാൻ കുതിര, നായടി പൂതം, അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റികൾക്ക് ഓരോ സ്ഥലം കൊടുത്തിട്ടുണ്ടാവും. അവിടെ ഈ കാളകൾ വന്ന് കളിക്കും. അതിൻ്റെ പാട്ട് ഇങ്ങനെയാണ്:
ഒലിയല്ല ഒലിയല്ല പോലിയല്ല പോലിയേ, ഒലിയല്ല ഒലിയല്ല പോലിയല്ല പോലിയേ, ലാവല്ല ഒലിയല്ല പോലിയല്ല പോലിയേ, ഒലിയട്ടെ ഒലിയട്ടങ്ങനെ പൊലിയട്ടെ പൊലിയട്ടെ. ഇങ്ങനെ അവരങ്ങനെ പാടിപ്പോവും ഈ കാളപ്പാട്ട്. അതാണ് പറയേണ്ട പാട്ടുകൾ. അതുപോലെ തന്നെ 47 പാളത്തയ്യം എന്ന് പറഞ്ഞിട്ടൊരു ഞങ്ങളുടെ നാട്ടിലൊക്കെ പാള, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പടയണീൻ്റെ പോലെ തന്നെ പാളയം കൊണ്ട് 47 പാളിയും അതിൻ്റെ ഒപ്പം ഒരു അരപ്പാളയും കൂടിയും കൂട്ടിയിട്ട് ഒരു രൂപം ഉണ്ടാക്കും. ഇതുപോലെ തന്നെ അവർ മരവും തുടിയൊക്കെ വെച്ചിട്ടൊരു പാട്ട് പാടും. അതിൻ്റെ തോറ്റം എങ്ങനെയാണ്? കിഴക്കുരുതി വാരില്ല ഡിഞ്ഞ ആടസ്തമനല്ല, തെക്ക് ചേർന്നിലില്ല തക്ക് വാങ്ങണ്ടല്ല, വേൽക്കൊരു മേലാകാശല്ല കീഴ്ക്കോരു ഭൂമിയുമില്ല, ആലുതിക്കില്ല അല്പനാങ്കോളില്ല, അഞ്ചുതിക്കില്ല വിദേശഭൂമില്ല, അറിയാത്തൊരു നേരത്തിനനുസരിച്ച് മാർത്തൻ നാട് തന്നെയോ ലയ്യയ്യോ ലയ്യായോ ലമ്മാദേവിയേ. ഇങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. അപ്പോൾ പറയേണ്ട പാട്ടുകളൊക്കെ ആ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പാട്ടുകൾ അങ്ങനെയാണ്. അതുപോലെ തന്നെ പുലയൻ എന്ന് പറയുമ്പോൾ പുലയൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ കൂടുതലായിട്ടും വരുന്നത് മരണാന്തരമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണ്. പാമ്പാടി പാട്ട് എന്ന് പറയും, കൂളികെട്ട് എന്ന് പറയും. കൂളികെട്ട് പിന്നെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്, ഞാൻ വഴിയെ പറഞ്ഞുതരാം. കൂളികെട്ട് പാട്ടുകൾ എന്ന് പറയും. മരണാന്തരമായിട്ട് ബന്ധപ്പെട്ട് മരണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസങ്ങളായിട്ട് മരണ വീട്ടുകളിൽ പാടുന്ന പാട്ടുകളാണ്. പുലയൻ കമ്മ്യൂണിറ്റികളിൽ അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതലായിട്ട് വരിക. അതുപോലെ തന്നെ കണക്കൻ സമുദായത്തിൻ്റെയും അങ്ങനെ തന്നെയാണ്. ഒപ്പം ആദിവാസി ഞാൻ എഴുതി വെച്ചതിന് കാരണം ഏകദേശം കേരളത്തിൽ 34ഓളം ആദിവാസി കമ്മ്യൂണിറ്റികളുണ്ട്. ജൈൻ കുറുമ്പ, അതായത് കാട്ടിൽ തേൻ എടുക്കാൻ പോകുന്നവരെയാണ് ജൈൻ കുറുമ്പ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ പെടുക. അതുപോലെ തന്നെ കുറിച്യരുണ്ട്, പാണ്യരുണ്ട്, വയനാട് അട്ടപ്പാടി ഭാഗത്തൊക്കെ, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള നഞ്ചിയമ്മയൊക്കെ അട്ടപ്പാടി ഭാഗത്തുള്ളവരാണ്. അവരുടെ പാട്ടുകളുണ്ട്, ആദിവാസി പാട്ടുകൾ. സിനിമ, ഇപ്പോൾ നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കെല്ലാം നാടൻ പാട്ടുകളും നമുക്ക് നാടൻ പാട്ടുകൾ മാത്രമാണ്. ഇപ്പോൾ സിനിമേനെ മാറ്റിമറിച്ച കുറച്ച് പാട്ടുകളുണ്ട്. അതായത് ഒരു സിനിമയുടെ ആ സിനിമേനെ വലിയ രീതിയിൽ സ്വാധീനിച്ച കുറച്ച് പാട്ടുകളുണ്ട്. അതിലൊന്നാമതായിട്ട് കാണുന്ന ഇപ്പോൾ അടുത്തിറങ്ങിയ സിനിമയിലെ തുമ്പി എന്ന് പറയുന്ന പാട്ട്. ഇൻസ്റ്റാഗ്രാം റീലുകളിലും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു പാട്ടാണ് തുമ്പി എന്ന് പറഞ്ഞാൽ തുമ്പി കളി എന്ന് പറയും. കേരളത്തിൽ നമ്മൾ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ആയിട്ട് സ്ത്രീകൾ ഓണം സമയത്ത് പുതിയ സാരിയൊക്കെ എടുത്ത് കളിക്കുന്നൊരു കളിയാണ് തുമ്പിക്കളി. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള എള്ളുള്ളേരി മാണി നങ്കര എന്ന് പറയുന്ന പാട്ട് ഇപ്പോൾ അടുത്ത് അച്ഛനാഞ്ചനം എന്ന സിനിമയിൽ ഏകദേശം യൂട്യൂബിൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയൊരു പാട്ടാണ്. ഈ പാട്ട് കാസർഗോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിൻ്റെ അറ്റത്തുള്ള ജില്ലയാണ്. അവിടെ സപ്തഭാഷാ ഭൂമി എന്ന് പറയും. കാരണം ഈ പാട്ടിൻ്റെ വേർഡ്സ് ചിലപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അത് മലയാളമല്ല, തുളു എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. 3 ഭാഷ ചേർന്നതാണ്, തുളു എന്നാണ് ആ ഭാഷയ്ക്ക് പറയുക. അങ്ങനെ അവിടെ മംഗലം കളി, കല്യാണത്തിൻ്റെ തലേദിവസം മംഗലം കളി എന്ന് പറയുന്ന ചടങ്ങുണ്ട്. മാവിലായി എന്ന് പറയുന്ന സമുദായം ചെയ്യുന്ന മംഗലം കളി എന്ന് പറയുന്ന പാട്ടുണ്ട്. ആ പാട്ടാണ് എള്ളുള്ളേരി എന്ന് പറയുന്ന പാട്ട്. അത് സിനിമയ്ക്ക് വന്നപ്പോൾ ഒരു ട്രാൻസ് മൂഡിൽ നമ്മളങ്ങനെ എല്ലാവരും ഏറ്റെടുത്തു. പക്ഷേ അതാണ് ഈ പാട്ട് എന്നുള്ളത് ആർക്കും അറിയില്ല. 3ാമത്തെ പാട്ട് ഏറെ സന്തോഷത്തോടെ പറയട്ടെ, പാലാപ്പള്ളി ഞാനടക്കം പാടിയ സിനിമയിൽ ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റും. ഞങ്ങൾ പാടിയ പാട്ടാണ് പാലാപ്പള്ളി എന്ന് പറയുന്ന പാട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പുലയ കമ്മ്യൂണിറ്റി അവരുടെ മരണ വീട്ടിൽ പാടുന്ന പാട്ടിൻ്റെ ഒരു റെഫറൻസാണ് പാലാപ്പള്ളി എന്ന് പറയുന്നത്. അതിൽ എല്ലാവരും ഏറ്റെടുത്തൊരു വേർഡുണ്ട്, ആവോ ദാമാനോ എന്ന് പറഞ്ഞിട്ട്. ആവോ ദാമാനോ എന്ന് പറഞ്ഞാൽ നമ്മൾ പുലയ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ അവർ ഈ ചടങ്ങിനിടയിൽ ആത്മാവിനെ വിളിക്കുകയാണ്. അതായത് മരിച്ചുപോയ ആത്മാവിനെ തിരികെ വിളിക്കാൻ ആത്മാവേ വാ എന്ന് പറയുന്ന വേർഡാണ് ആവോ ദാമാനോ എന്ന് പറയുന്ന വേർഡ്. പക്ഷേ നമുക്ക് സിനിമയിലേക്ക് നമ്മൾ വെറും വേർഡ് എടുത്തു, ആ പാട്ട് അതുപോലെ എടുത്തു. പാലാപ്പള്ളി എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഇങ്ങനെയാണ്. അയ്യാലയ്യ വടച്ചോനെയോ റയ്യോ നിലവിളി കേൾക്കുന്നേ, അയ്യാലയ്യ വടച്ചോനെയോ റയ്യോ നിലവിളി കേൾക്കുന്നേ, കുന്നമ്പാതയിളമ്പാതേ ഞാനീതാ വിളിക്കുന്നേ, കുന്നമ്പാതയിളമ്പാതേ ഞാനീതാ വിളിക്കുന്നേ, ആവോ ദാമാനോ കുളി കൂടണല്ലോ, ആവോ ദാമാനോ കൈത്തിരി കത്തണല്ലോ. ഇങ്ങനെയാണ് ആ പാട്ട് പോകുന്നത്. ഇതും ഒരു ട്രഡീഷണൽ പാട്ടാണ്. അടുത്തത് വീണ്ടും സന്തോഷത്തോടെ പറയട്ടെ, കടകൻ എന്ന സിനിമയിൽ ഞങ്ങൾ പാടിയ പാട്ട് തന്നെ ചവിട്ടും കുട്ടും എന്ന് പറയുന്ന പാട്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ ചവിട്ടുകളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആചാരമുണ്ട്. ചവിട്ടുകളി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൂരത്തിൻ്റെ ലാസ്റ്റ് ദിവസം അവിടെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ ഒന്നിച്ച് നിന്നിട്ട് അവർക്ക് അപ്പം തോന്നുന്ന എന്താണോ ഉള്ളത് അത് അതുപോലെ പാടും. അപ്പോൾ ഒരു ട്യൂണിനനുസരിച്ച് അവരെന്ത് പാടുന്നോ
അതൊരു പാട്ടിൽ അങ്ങനെ പോവും. അതിനാണ് ചവിട്ടുകളി എന്ന് പറയുക. അടുത്തത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയിൽ ആദിവാസി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നഞ്ചിയമ്മ പാടിയിട്ടുള്ള കളക്കാത്ത എന്ന് പറയുന്ന പാട്ട്. അതൊരു ആദിവാസി ട്രഡീഷണൽ പാട്ടാണ്. ഒരുപക്ഷെ ആ പാട്ടാണ് ആ പാട്ടുകൊണ്ടാണ് നാടൻ പാട്ടുകൾ ഒരു സിനിമയിലേക്ക് കൂടുതൽ വരാൻ കാരണം. അടുത്തത് ഞാൻ നേരത്തെ പാടിയ പൊലിക, അതായത് പൊട്ടൻ തെയ്യത്തിൻ്റെ പാട്ട്. ആ പാട്ടിൻ്റെ അതേ ട്യൂണിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉറുമി എന്ന് പറയുന്ന സെമ്മിൽ തെളു തേളെ പൂമാന പന്തളി അല്ലോ ആ പാട്ട്. അടുത്തത് മിന്നൽ മുരളിയിലെ ട്രൈബൽ സോങ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ട്രൈബൽ സോങ്. പിന്നെ തില്ലേലേലേലോ പുള്ള ഇറങ്ങുമാ, കുട്ടികൾ വരെ ഏറ്റെടുത്ത പാട്ടാണ് ആ പാട്ട്. ഇത്തരം പാട്ടുകളൊക്കെ സിനിമ കാരണമാണ് മുന്നിട്ട് വന്നിട്ടുള്ളത്. സിനിമയാണ് ഈ പാട്ടുകളെയൊക്കെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു തോറ്റം കൂടിയും പാടിയിട്ട് ഞാൻ നിർത്തുകയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലൊക്കെ പാടി നിങ്ങളൊക്കെ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടാവുന്ന ഒരു പാട്ടാണ്. ആ തോറ്റത്തോടു കൂടി ഞാൻ നിർത്തുക. ആദി പറന്ന മുത്തപ്പന്മാരേ കുലോം പറന്ന മുത്തിമാരെ എങ്ങക്കറിവുമില്ലേ തിരുവുമില്ലേ എങ്ങക്കറിവുമില്ലേ തിരുവുമില്ലേ 4 കോടി 42 ഈശ്വരന്മാര് തുണയായിരിക്കണൻ്റെ അപ്പനപ്പൂപ്പന്മാര് 4 കോടി 42 ഈശ്വരന്മാരെ തുണയായിരിക്കണൻ്റെ അപ്പനപ്പൂപ്പന്മാര് എങ്ങട കർമ്മോ കൈക്കൊള്ളണട്ടോ എങ്ങട കർമ്മോ കൈക്കൊള്ളണട്ടോ എൻ്റെ അപ്പനപ്പൂപ്പന്മാർ